89.6 FM Sargakshetra. SK Hotspot. Hi, hello. Welcome to SK Hotspot on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം SK Hotspotൽ തന്നെയാണ്. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മധുര മനോഹര മോഹം, അതുപോലെ തന്നെ റീസെന്റ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട, ഒരുപാട് ആസ്വദിച്ച പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന മൂവിയുടെ ഒക്കെ റൈറ്ററാണ് ജയ് വിഷ്ണു. ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച രണ്ട് മൂവീസിന്റെ തിരക്കഥാകൃത്താണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പുതിയത് കേൾക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ചെറിയ ഒരു തോന്നൽ എനിക്കിപ്പോ തന്നെ മനസ്സിൽ വരുന്നുണ്ട്. കേൾക്കാൻ പറ്റുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഈ രണ്ട് എന്റെ മധുര മനോഹര മോഹത്തിനായാലും പിന്നെ പെറ്റല്ല മധുവിധുവിനായാലും കോട്ടയവുമായ ഒരു കണക്ഷൻ ഉണ്ട്. ഈ രണ്ട് പടവും ഞങ്ങൾ കോട്ടയത്ത് ഷൂട്ട് ചെയ്ത പടമാണ്. കോട്ടയംകാരുടെ സ്നേഹം ഞങ്ങൾ ആവോളം അനുഭവിച്ചതാണ്. വളരെ സപ്പോർട്ടാണ്, സ്നേഹമാണ്, നല്ല ആളുകളാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ആദ്യത്തെ പടം കഴിഞ്ഞപ്പം രണ്ടാമത്തെ സ്ഥലത്തിന്റെ മൂന്നാമത്തെ സിനിമയുടെ ലൊക്കേഷൻ വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കോട്ടയം പിടിച്ചാലോ, നമുക്ക് നല്ല ആളുകളാണ്, ഷൂട്ടിംഗ് കംഫർട്ടാണ്, നല്ല ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോ എല്ലാം കൊണ്ടും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരുന്നു. ആ ഒരു സന്തോഷമാണ് എനിക്ക് കോട്ടയംകാരോട് പങ്കുവെക്കാറുള്ളത്. അടിപൊളി. അപ്പൊ എന്തായാലും കോട്ടയംകാർക്കും കുറച്ചധികം സന്തോഷം ഈ ഒരു മൊമെന്റിൽ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഐശ്വര്യമായിട്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുടെ ആ ഒരു വലിയ തേരോട്ടം കൂടി തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മധുര മനോഹര മോഹത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി തന്നെ ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് നമുക്ക് അങ്ങോട്ട് തിരികൊളുത്തിയേക്കാം. കൂടെയുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ആണ് കേട്ടോ. 89.6 FM Sargakshetra. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ആണ് കേട്ടോ. ആൻഡ് പുതിയ സിനിമയുടെ ചെറിയ രീതിയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളിതാ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. ആൻഡ് ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചേട്ടന്റെ പേരിനെ പറ്റിയിട്ടാണ്. ജയ് വിഷ്ണു. എല്ലാവരും മേ ബി ഒന്ന് ഇങ്ങനെ നോക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് ജയ് വിഷ്ണു. ഞാൻ എന്നെ തന്നെ ഒന്ന് എന്താ പറയാ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലേ? വിജയ് സൂപ്പറാണെന്ന് പറയുന്ന പോലെയൊക്കെ. അതെ. പണ്ട് ഈ ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങുന്ന സമയത്തെ കുറെ പേരുടെ പേരുണ്ടല്ലോ, കിടിലം ഫിറോസ്, കിടിലം അജയ്. എന്റെ ഒരു കൂട്ടുകാരുണ്ട് കിടിലം അജയ് എന്നാണ് ഇപ്പോഴും അവന്റെ ഫോൺ പേര് പോലും നമ്മൾ ഫോണിൽ ചെയ്തത്, ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടാണ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിയാൻ വേണ്ടി ജയ് വിഷ്ണു എന്ന് വിളിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ല, എന്റെ ശരിക്കുള്ള പേര് ജയ് വിഷ്ണു എന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് എന്റെ പേര് വിഷ്ണു എന്നാണ്, അപ്പൊ കാതിൽ വിളിക്കുന്ന പേര് വിഷ്ണു എന്നാണ്, അപ്പൊ നാട്ടിൽ വിഷ്ണു തന്നെയാണ്. അപ്പൊ സ്കൂളിൽ ചേർക്കുന്ന സമയമായപ്പോ മൂത്ത ചേച്ചിയുടെ പേര് ധന്യ എന്നാണ്, ഡി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ചേച്ചിയുടെ പേര് രമ്യ എന്നാണ്. അപ്പോ ഈ ധന്യയുടെയും രമ്യയുടെയും അപ്പൊ ഡി ആദ്യം വന്നതുകൊണ്ട് ആ സമയത്ത് വെച്ച് ഇത്രയും പേരുകളില്ല. അപ്പൊ ഡി ആദ്യം വന്നതുകൊണ്ട് സ്കൂളിലൊക്കെ ചേർക്കാൻ ചെല്ലുമ്പോൾ ചേച്ചിയെ ആദ്യം വിളിക്കും എല്ലാത്തിലും. മനസ്സിലായി? ചേച്ചി ഞങ്ങൾ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവര് സ്കൂളിൽ പോകുമ്പോൾ ഈ ഡി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചതാണ്. രണ്ടാമത്തെ ചേച്ചി രമ്യ ആയതുകൊണ്ട് ആറ് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, കാരണം എല്ലാ പരീക്ഷയ്ക്കും എല്ലാത്തിനും ഏറ്റവും അവസാനമാണ് ഈ ആറുകാരെ വിളിക്കുന്നത്. പണ്ട് ഈ അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആറുകാരെ ഏറ്റവും അവസാനമാണ്. അപ്പൊ എന്റെ പീരീഡ് അന്നേരത്ത് വി ലാസ്റ്റിലെ ലെറ്റർ ആണല്ലോ. അപ്പൊ സ്കൂളിൽ ചേർക്കാൻ നേരത്തെ ഇങ്ങനെ അതിന് മുമ്പ് ഇങ്ങനെ അമ്മ അച്ഛൻ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലാണ്. അച്ഛന് കത്തയച്ചു, അല്ല മോന്റെ പേര് വിഷ്ണു എന്ന് തന്നെയാണോ സ്കൂളിൽ ചേർക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ രണ്ട് ഓപ്ഷൻസ് ആണ് അവിടുന്ന് തന്നത്. ഒന്നുകിൽ അപ്പൊ അച്ഛൻ നോർത്ത് ഇന്ത്യയിലാണ്ട് അവിടെ ഈ ജയ് ഇച്ചിരി കോമൺ ആയിട്ടുള്ള സംഭവമാണല്ലോ, എപ്പോഴും ജയ് വിളിക്കുന്ന സ്ഥലമുള്ളതായതുകൊണ്ടാവാം. അപ്പൊ അവിടുന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു ഒന്നുകിൽ ജയ് വിഷ്ണു അല്ലെങ്കിൽ ഹരി വിഷ്ണു എന്നിടാന്ന് പറഞ്ഞു. ഹരി എന്ന് പറഞ്ഞാലും വിഷ്ണു ഭഗവാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് അവസാനം ജയ് വിഷ്ണുവിലെത്തി. അതെന്തായാലും നമ്മൾ ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് അതിന്റെ ഒരു ഗുണം മനസ്സിലായത്. കാരണം ഒത്തിരി വിഷ്ണു ഉള്ള ഒരു ഫീൽഡിൽ ജയ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാളെ ഇതുവരെ ഉള്ളൂ. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അത് പൊളിച്ചോട്ടോ. കാരണം ഈ ഒരു പേരിന്റെ അതായത് സ്കൂളിൽ ചേർക്കുന്ന രീതിയിൽ സ്കൂളിൽ ആദ്യം പോകേണ്ട ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ഏറ്റവും അവസാനം പോകേണ്ട ബുദ്ധിമുട്ട് മുൻകൂട്ടി കണ്ട് പാരന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പെട്ട് ആ പേര് കണ്ടുപിടിച്ചതൊക്കെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു പാരന്റ്സിനെ. അമ്മ ടീച്ചറോടായതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും കാണുന്നത് കൊണ്ടാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ പേര് അന്നാന്നായതുകൊണ്ട് എങ്ങനെ പോയാലും ആദ്യത്തെ ആ ഒരു റോൾ നമ്പർ 5 ഞാൻ ഉണ്ടായിരിക്കും. പണ്ട് നമ്മള് ട്രോളിലൊക്കെ കാണത്തില്ലേ ഈ അഭിജിത്തും അഭിഷേകും കരയുന്നത്, പക്ഷെ ഇപ്പൊ വന്നിട്ട് കൂടുതലുണ്ട് ആരവ്, ആവണി, ഇപ്പൊ കുറെ പേര്. അപ്പൊ ഇത് കാണുമ്പോ എപ്പോഴും പേര് കാണുമ്പോ ഞാൻ പാവം ആതിര, ചിലരൊക്കെ ആതിര ഇടും, മനസ്സിലായില്ലേ? ATHAR ഒക്കെ ഇടും.
അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോ ഇപ്പൊ ഈ പേരിന്റെ ഈ ഒരു കൗതുകമായി ഇപ്പൊ ഒത്തിരി പേര് വെച്ച് പേരിടുന്ന ഒരു സ്റ്റൈലാണല്ലോ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പേരുകളാണല്ലോ കൂടുതലും. അപ്പൊ അത് കാണുമ്പോ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോ ജയ് വിഷ്ണു എന്ന് പറയുന്നത് ഒരു യുണീക് നെയിം ആയിട്ട് തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഈ ഒരു ഗംഭീര കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആൻഡ് അത് ശരിക്കും നമുക്ക് ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലും ആ പേര് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. നമ്മളെ തന്നെ ജയ് ജയ് എന്ന് പറയാൻ. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഡൗൺ ആവാൻ നമ്മളെ സമ്മതിക്കത്തില്ല. ജയ് വിഷ്ണു ഓക്കെ യു ആർ ഓൾറെഡി ജയ് ആണ് എന്നുള്ള സ്ഥാനത്തിൽ വരുമല്ലോ. ഇവൻ ഹേറ്റേഴ്സ്, ഞാൻ ഉദ്ദേശിച്ചത് ഹേറ്റേഴ്സ് ഉണ്ടെന്നല്ല കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും ദേശത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവര് സപ്പോർട്ട് ചെയ്യാതെ പേര് വിളിക്കാൻ പറ്റില്ല. അത് ആക്ച്വലി നല്ലൊരു സൈക്കോളജിക്കൽ മൂവ് ആണ്. സോ ജയ് വിഷ്ണുവിന് 1000 ജയ് ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷമാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. സോ ജയ് വിഷ്ണു ആണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. കൂടെ വെറും അന്നയുണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. സോ ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, പ്രത്യേകിച്ച് പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ആണ്. സോ വിഷ്ണു ചേട്ടന്റെ നമ്മുടെ മധുര മനോഹര മോഹം എന്ന മൂവിയുടെ പോസ്റ്റർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒബ്വിയസ്ലി കണ്ടു. അതിന്റെ ക്യാപ്ഷൻ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. മധുര മനോഹര മോഹത്തിന്റെ ഈ ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെന്ന വിശ്വാസം കൂടി കാരണമാണ് 4.5 വർഷം മുൻപ് അന്വേഷണത്തിൽ അഭിനയിക്കാൻ ജോലിയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മുടെ റൺവേ സിനിമയിലെ ഡയലോഗ് പോലെ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് അല്ലേ? അതെന്തായിരുന്നു ആ കഴിഞ്ഞ കാലം? അയ്യോ സോറി കേട്ടോ, ഞാൻ ടെസ്റ്റ് ചെയ്തതാ. സിനിഫൈൽ ആണെന്ന് മനസ്സിലാക്കണമല്ലോ നമ്മള്. സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമല്ല, ഒരു പക്ക സിനിഫൈൽ ആണെന്ന് മനസ്സിലാക്കി. ഇനിയിപ്പോ എനിക്കിനി അത് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ, കുഴപ്പമില്ല, തെറ്റി പറഞ്ഞെന്ന് പറയാനല്ലോ. സോ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി രാജാവില് ഡയലോഗ് പോലെ എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്. എന്തായിരുന്നു ആ ഒരു ജോലി ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലേക്ക് കാലുകുത്തുന്നത് എങ്ങനെയായിരുന്നു? ആക്ച്വലി ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം നമ്മളുടെ ഭയങ്കരമായ ആഗ്രഹവും ഇഷ്ടം തന്നെയാണ്. അല്ലാതെ ഒരു വേറെ മറ്റേ എക്സ്റ്റേണൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ജോലി രാജിവെച്ചതല്ല. സിനിമയോടുള്ള ഭയങ്കരമായ താല്പര്യമുണ്ട്, ആ ഒരു ഫീൽഡിൽ വരണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹമുണ്ട്. വലിയ വഴികളോ കോൺടാക്ട് പോയിന്റുകളോ ഒന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ 1 വർഷം പോയി 3 വർഷം പോയി പഠിച്ചു, ജോലി കിട്ടി, ജോലി വിടാനൊരു ധൈര്യമാവാൻ ഇപ്പുറത്തൊരു കോൺടാക്ട് വന്നിട്ടില്ല. അങ്ങനെ പോയി ഒരു ഘട്ടത്തിൽ നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ലോജിക്കിന്റെ മേളിൽ പോകുന്ന ഒരു മൊമെന്റ് എത്തുമല്ലോ. എപ്പോഴും നമ്മൾ നമ്മുടെ ലോജിക്കാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഇമോഷൻ നമ്മുടെ ബുദ്ധിക്ക് മേളിലേക്ക് എത്തുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. ആ മൊമെന്റിലാണ് നമ്മൾ ആ തീരുമാനം. യൂഷ്വലി നമ്മൾ എപ്പോഴും ബുദ്ധിക്ക് അടിമപ്പെട്ടവരാണ്. ഇപ്പൊ ഞാൻ ജോലി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം ഉണ്ടാവില്ല, അപ്പൊ അത് ജോലി തുടങ്ങുന്നതാണ് ബുദ്ധി എന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിലുപരി നമ്മുടെ ഇമോഷൻ നമ്മൾ പറയും, ഇനി ഇപ്പൊ എന്ത് വന്നിട്ടായാലും നോക്കടാ, നീ ജോലി വിട്, നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്ന ആ ഇമോഷൻ, നിന്റെ ആഗ്രഹം നീ നേട് എന്ന് പറയുന്ന ആ ഒരു ഇമോഷന്റെ പുറത്ത് ആ ഒരു പാഷൻ ഫോളോ ചെയ്ത് വന്നതാണെന്ന് എനിക്ക് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഫോളോ ചെയ്ത് ജോലിയൊക്കെ ഉപേക്ഷിച്ച് സിനിമയുടെ ആദ്യം ജോലി വിടുന്ന സമയത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി വിടുന്നത്. ആ സമയത്ത് മധുര മനോഹരത്തിന്റെ സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. എന്നിട്ട് പോലും അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്. അന്ന് സിനിമ ഒന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച മധുര മനോഹര മോഹം, സാജൻ ബേക്കറി, മധുര മനോഹരം അല്ല, ആ സമയത്ത് അന്വേഷണം, സാജൻ ബേക്കറി, ചതുർമുഖം, ഇതിലൊക്കെ അഭിനയിച്ചു. ആ സമയത്ത് പാരലലി കഥ പറയാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് കൊണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു റൈറ്റർ എന്നുള്ള രീതിയിലേക്കുള്ള എൻട്രി മാറുന്നത്. ഗ്രേറ്റ്, കൊള്ളാം. എന്തായാലും ഈ ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് എന്തായാലും കുറച്ച് ഗംഭീരമായിട്ടുള്ള വർക്കുകൾ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അല്ലേ? അതെ, സന്തോഷമുള്ള കാര്യം അതാണ്. 2 പടവും നന്നായി പോയി. ഓഡിയൻസ് 2 പടവും ഇഷ്ടപ്പെട്ടു. 2ഉം കോമഡി പടങ്ങളാണ്. വരാൻ പോകുന്നത് ഒരു കോമഡി പടമാണ്. ഒരു സന്തോഷം. ഓക്കെ. എന്തായാലും എപ്പോഴും കോമഡി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന് ഫാൻസ് കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് സിനിമകളുടെ ആ ഒരു പാറ്റേണും പോകുന്നത്. അപ്പൊ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെ ആവട്ടെ നമ്മുടെ മധുവിധുവിന്റേതും എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു കല്ലക്കൻ പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ, ഈ ഒരു മൊമെന്റിൽ ഞാൻ ചോദിക്കുന്നു, ജയ് വിഷ്ണു എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഫേവറേറ്റ് സോങ് ഏതാണ്? ഇപ്പൊ നമ്മൾ കേൾക്കും. അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പാട്ടുണ്ട്. എന്നാലും ഇച്ചിരി ഓൾഡ് സ്കൂൾ ആണെന്ന് ആൾക്കാർക്ക് തോന്നിയാലും എനിക്ക് ഭയങ്കര നല്ല മൂഡിൽ
നല്ല മൊമെന്റിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇളയരാജ, റഹ്മാൻ, തമിഴ് പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കും. എന്നാൽ പോലും മലയാളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് മധുരം ജീവാമൃതബിന്ദുവാണ്. നമ്മൾ സ്വയം ഫീൽ ചെയ്ത് ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് അത് തന്നെയാണ്. പെയിനാണ്, അത്രയും പെയിൻ ഉള്ള ഒരു പാട്ട് മലയാളത്തിൽ ഇല്ലെന്ന് എനിക്കൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. കാരണം അതിന്റെ വിഷ്വൽ ഓൾറെഡി നമ്മുടെ മനസ്സിലറിയാം. ഇപ്പൊ ഞാൻ ആ പാട്ട് കണ്ടില്ലേലും എനിക്ക് വിഷ്വൽ അറിയാം. ലാലേട്ടൻ അവിടെ നിന്ന് കഴിക്കുന്നു, ഫിലാൻസ് ഇറങ്ങി നടന്നു പോകുന്നു എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആ പെയിനൂടെ നമുക്ക് കൂടെ ഫീൽ ചെയ്യുന്ന, നമുക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗായകൻ തെരുവിലിരുന്ന് പാടുന്ന ആ സാധനം ഭയങ്കരമായി കണക്ട് ചെയ്യുന്നുണ്ട്. മധുരം ജീവാമൃതബിന്ദുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ശരി, അപ്പൊ ഇനി ഇതില് നമ്മൾ വേറെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല, നേരതാ മധുരം ജീവാമൃത ബിന്ദു എന്ന പാട്ടിലേക്ക് നമുക്ക് നേരെ പോവാം. SK ഹോട്ട്സ്പോട്ടിൽ ജയ് വിഷ്ണു ആണ് കൂടെയുള്ളത് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Welcome back to SK Hotspot and you're listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ കുറേയധികം സിനിമാ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്ററായ ജയ് വിഷ്ണു ആണ്. സോ വിഷ്ണു ചേട്ടാ, നമ്മള് സിനിമാ വിശേഷങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാല സിനിമ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഡ്യൂ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒരുപാട് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ബോബി സഞ്ജയ് കൂട്ടുകെട്ട്, അല്ലെ? ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ വിഷ്ണു ചേട്ടന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിഷ്ണു ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ മധുര മനോഹര മോഹം എന്ന് പറയുന്നത് മഹേഷ് ഗോപാൽ സാറിന്റെ കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് പെറ്റ് ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പ്രണീഷ് വിജയൻ, അല്ലെ, അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. മധുവിധു ഇനി വരാൻ പോകുന്ന സിനിമ നമ്മൾ എന്തായാലും പോസ്റ്ററൊക്കെ കണ്ട സ്ഥിതിക്ക് ബിപിൻ മോഹൻ ചേട്ടനാണ്, ചേട്ടന്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ രണ്ടുപേരായിട്ട് എഴുതുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാവും, അതുപോലെ തന്നെ മേ ബി ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം നമ്മുടെ തോട്ട് ചിലപ്പോൾ മറ്റാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കാത്ത ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റാൾക്ക് പറ്റുന്നു. അപ്പോൾ മൊത്തത്തിൽ കഥയുടെ രൂപം മാറുന്നു. അപ്പോൾ ചേട്ടന് ഈ ഒരു കാര്യത്തിൽ, അതായത് രണ്ടുപേർ ചേർന്ന് എഴുതുമ്പോൾ, ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു കഥ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം ആ ഒരു സിനിമയ്ക്ക് ഒരു ഗുണം ആണത്, ഡ്യുവോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം? തീർച്ചയായിട്ടും ഭയങ്കര നല്ല ഗുണമാണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എഴുതുന്ന രണ്ടുപേര് തമ്മിലുള്ള ബന്ധം, അവരുടെ സൗഹൃദം, അല്ലെങ്കിൽ എന്ത് ഇമോഷന്റെ പുറത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച്. ഇപ്പൊ രണ്ടുപേരും സിനിമ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്നുള്ള ലക്ഷ്യത്തോടെ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്നൊരു പടം ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റും ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പോടെ ചേരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഗീവ് ആൻഡ് ടേക്ക് തന്നിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഒരാളുടെ ഈഗോ മറ്റേയാളുടെ ഈഗോയ്ക്ക് മേളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രണ്ടുപേര് മൂന്നുപേര് ചേർന്ന് എഴുതാന്ന് പറയുന്ന പരിപാടി നടക്കില്ല. അപ്പോ ബേസിക്കലി ഇവിടെ ഇപ്പൊ ഞാൻ 3 സിനിമകളും 3 വ്യത്യസ്ത റൈറ്റേഴ്സിനോട്, ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. മനുഷ്യനും ഞാനും 10-12 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ബിബിനും ഞാൻ അതിനെക്കാട്ടിൽ കൂടുതൽ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. ഞങ്ങളെല്ലാം ഏകദേശം ഒരുമിച്ച് സിനിമയിൽ വരണം എന്ന് പലപ്പോഴായി പല ഘട്ടങ്ങളിൽ സംസാരിച്ചിരുന്നവരാണ്. പല ഘട്ടങ്ങളിൽ ഞങ്ങൾ സംസാരിച്ച സിനിമകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നുവെച്ചാൽ ഈ സിനിമകളൊന്നും ഇപ്പോൾ ഉണ്ടാവുന്ന സിനിമകളല്ല, വളരെ മുന്നേ ഉണ്ടായ സിനിമകളാണ്. പ്രണീഷ് ചേട്ടന്റെ കാര്യം, പെഡിക്റ്റീവിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അത് ഷർഫുക്കിയാണ് എന്നെ പ്രണീഷ് പരിചയപ്പെടുന്നത്. നിങ്ങളൊന്നും ഇരുന്ന് നോക്കും, നിങ്ങളുടെ വൈബ് മാച്ച് ആവെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കഥയൊന്ന് വർക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഷർഫുദ്ദീനാണ് എന്നെയും പ്രണീഷേനെ ഒരുമിച്ച് പെഡിക്റ്റീവിന്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് ഇരുത്തുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വൈബ് മാച്ച് ആവുക എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മാത്രമാണ് കൃത്യമായ ഗീവ് ആൻഡ് ടേക്ക് നടക്കുകയും കൃത്യമായ ഒരു നല്ല സിനിമ ഉണ്ടാകും. പ്രേക്ഷകന് അറിയേണ്ട ആവശ്യമില്ല ഇത് രണ്ടുപേരാണോ ഒരാളാണോ ആരാണ് എഴുതിയെന്ന് പോലും. അവരെ സംബന്ധിച്ച് ഇത് എന്റർടൈൻ ആവുന്നുണ്ടോ, വേണ്ട പർപ്പസ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്കിടയിലുള്ള ഈ ഗീവ് ആൻഡ് ടേക്ക് നന്നായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും സിനിമയെ അത് നല്ലതായിട്ട് ഗുണം ചെയ്യും. ഇപ്പം ഒരാൾ തന്നെ ഇരുന്ന് എഴുതുന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് നല്ലത് എന്താണ് ചീത്ത എന്താണെന്ന് മറ്റേ ആൾ പറയും. പറയാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ ഞാൻ എഴുതുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ജോലിയൊന്നുമില്ല. ഞാനേടാ ഇത് കൊള്ളത്തുള്ള, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റുമ്പോഴാണ് ഇത് നന്നാവുന്നത്. ബേസിക്കലി സിനിമ നന്നാവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ അടിപൊളിയായിട്ട് 2 പേർക്കോ 3 പേർക്കോ ചേർന്നിട്ട് എഴുതാൻ പറ്റും തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല പ്രാക്ടീസ് ആണെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം കൂടുതൽ സിനിമ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ഒറ്റ തവണ സിനിമയ്ക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ സിനിമ മെച്ചപ്പെടും, അതൊരു നല്ല ചാൻസ് ആണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്ന സിനിമകളുണ്ട്, ഞാൻ എന്റെ വേറെ സുഹൃത്തുക്കളോട് എഴുതുന്ന പടമുണ്ട്, ഞാനും ബിബിനും എഴുതുന്ന പടങ്ങളുണ്ട്. അപ്പൊ ഇതിലെല്ലാം ഓരോരോ വ്യത്യാസം. ചില സമയം ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ പെട്ടു. പക്ഷെ ഞാൻ വേറെ പടം വേറെ ആളോട് എഴുതി ശീലിച്ചിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇതിന് ഒരു സജഷൻ എടുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഒബ്വിയസ്ലി നമ്മൾ കൂട്ടുകാരുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ പോലും നമ്മൾ തനി എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ കൊള്ളാം നമ്മൾ ആലോചിക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കൊളാബറേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ഹിറ്റ് കോംബോയിലുള്ള
പോലുള്ള അടിപൊളി സിനിമകൾ നമുക്ക് ഇനിയും കാണാനായിട്ട് പറ്റട്ടെ. ലൈക്ക് മധുര മനോഹര മോഹം, പെറ്റ് ഡിറ്റക്റ്റീവ്, ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മൾ പറയുമല്ലോ പൈസ വസൂൽ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് ആളുകൾക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്ന രീതിയിലുള്ള സിനിമകൾ ഇനിയും ഈ കോമ്പിനേഷനിൽ നിന്ന് ഉണ്ടാവട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോയാലോ. പാട്ടിന് ശേഷം നമ്മളൊന്ന് ഫണ്ണിലേക്ക്, അല്ലെങ്കിൽ കുറച്ചധികം സീരിയസിൽ നിന്ന് ഫണ്ണിലേക്ക് പോവാണ് ചെറിയ രീതിയിൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിത് ആ പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. SK ഹോട്ട്സ്പോട്ട് ആണ് കേൾക്കുന്നത്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ J വിഷ്ണു ആണ്. സോ വിഷ്ണു ചേട്ടാ, എനിക്ക് എപ്പോഴുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും ഒരു കഥ എഴുതാണെന്ന് വിചാരിക്കൂ. നമ്മൾ കഥയൊക്കെ എഴുതി ഏറ്റവും അവസാനം നമ്മൾ അതിന്റെ മൊത്തം ഒരു തീം മനസ്സിൽ കണ്ട് ഒരു ടൈറ്റിൽ എഴുതുന്നു. ഇതുപോലെ തന്നെ നമ്മളിപ്പോ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലുള്ള കഥ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കഥയിൽ എഴുതി എല്ലാം സെറ്റായി, അപ്പോ ഇതിനൊരു ടൈറ്റിൽ ഇടുന്നു. അപ്പോ നമ്മള് ഇപ്പൊ ചേട്ടന്റെ വർക്ക് എന്ന് പറയുന്നത് മധുരമനോഹര മോഹവും, അതുപോലെ ഇപ്പോ നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് മധുവിധു ആണ് ഇനി വരാൻ പോകുന്ന അപ്കമിങ് മൂവി. സോ ഈ മൂവീസിന്റെ ഒക്കെ പേര് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഇട്ടതാണോ അതോ പിന്നീട് ഡിസ്കഷനിൽ നിന്ന് വന്ന പേരാണോ? ഇതില് മധുര മനോഹര മോഹത്തിന്റെ പേര് കിട്ടാനാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ഞാൻ ഇനിയും അടുത്ത വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്റെ നടക്കാൻ ചാൻസ് ഉള്ള സിനിമകളുടെ പേര് പോലും എനിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഈ മധുര മനോഹര മോഹത്തിന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്ന ഒരു പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പക്ഷെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചെങ്കിലും നമുക്ക് ആ പേര് കറക്റ്റ് സമയത്ത് വേറൊരാള് നമ്മുടെ ഡ്യൂറേഷൻ കഴിഞ്ഞതുകൊണ്ട് വേറെ ആൾക്ക് ആ ടൈറ്റിൽ പോയി. ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടൈറ്റിൽ ഇല്ലാത്തവരായി പോയി, പെട്ടെന്ന് അനാഥരാക്കപ്പെട്ടു, ഞങ്ങൾ പേരില്ലാത്ത സ്ക്രിപ്റ്റ് ആയി പോയി. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടും പേരാവുന്നില്ല. പടം അനൗൺസ് ചെയ്തപ്പോ പ്രൊഡക്ഷൻ നമ്പർ 1 എന്ന് പ്രൊഡക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടാണ് ഗീത്രയും ക്രിയേഷൻസിന്റാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. കാരണം ഈ ഒരു പേരായിട്ട് അനൗൺസ് ചെയ്യാന്ന് വെച്ചപ്പോ പേരോട്ട് കിട്ടുന്നില്ല. പിന്നെ ഒരു 100 പേരുകൾ മാറി 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 വന്നിട്ടാണ് അവസാനം മധുര മനോഹര മോഹത്തിലേക്ക് എത്തുന്നത്. ഷൂട്ട് എല്ലാം കഴിഞ്ഞ് പോസ്റ്റർ അനൗൺസ് ചെയ്യുന്ന ഒരു സമയത്തേക്കാണ് എന്റെ പേരെത്തി. പക്ഷെ പെറ്റ് ഡിറ്റക്റ്റീവിൽ നേരെ തിരിച്ചാണ്. ഒരു പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പടം ചെയ്യാം, പെറ്റ് ഡിറ്റക്റ്റീവ് ടൈറ്റില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പടമാണത്. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല, ഒന്നും മാറ്റേണ്ടില്ല. നേരെ പിന്നെ ഹെഡ് മറ്റേ ടൈറ്റിലോട് നീതി പുലർത്തുന്ന സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? മധുവിധുവിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്കും ബിബിനും ഞങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ മധുവിധു എന്നൊരു പ്ലാനിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കഥയെല്ലാം ഉണ്ടാക്കി സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ മധുവിധു എന്നൊരു പേര് മനസ്സിൽ വന്നായിരുന്നു. അതിനുശേഷം വേറൊരു പേരൊക്കെ പറയാമെന്നൊക്കെ തോന്നിയെങ്കിലും എല്ലാവർക്കും ഐക്യകണ്ഠേന മധുവിധു സപ്പോർട്ട് ചെയ്തതോടെ മധുവിധു തന്നെ വന്നു. അപ്പൊ ഈ പേര് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ വേണ്ടി ആപ്പുകളും സാധനമൊക്കെ നമ്മൾ ഗൂഗിൾ തപ്പുന്നു പറഞ്ഞതിന്റെ തൊട്ട് അതേപോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിനിമയ്ക്ക്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഓഡിയൻസിന് മനസ്സിലാവണം, സിനിമയുടെ ജോണറുമായിട്ട് ചേർന്ന് നിൽക്കണം. പിന്നെ ഓഡിയൻസിന്റെ ഇത് രജിസ്റ്ററായി മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് റീകോൾ ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് റോഡിൽ കട പോകുമ്പോൾ എപ്പോഴും ഈ പോസ്റ്റർ കണ്ട് ടൈറ്റിൽ വായിച്ചു തരാനുള്ള സമയം ഉണ്ടാവണമെന്നില്ല. ബസ്സിൽ പോകുന്നവരാക്കോ ബൈക്കിൽ പോകുന്നവരാക്കോ. അപ്പൊ ഈ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോണ്ട് ആയിരിക്കണം, വായിക്കാൻ പറ്റണം. അങ്ങനെ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പടങ്ങളും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോ ഉള്ള പടങ്ങൾക്കൊക്കെ ടൈറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അറിയില്ല വേറെ ആരെങ്കിലും ഒക്കെ ടൈറ്റിൽ കൊണ്ടുപോയില്ലെങ്കിൽ ടൈറ്റിൽ കണ്ടുപിടിക്കുന്ന വലിയ ദുഷ്കരമായ ക്രമത്തിലേക്ക് പോകാതെ ഈസി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു വിചാരിക്കും. എഴുത്തുകാരന്റെ ഏറ്റവും വലിയ ടെൻഷനാണ് ഈ ടൈറ്റിൽ. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഏതെങ്കിലും അവസരത്തിൽ നമ്മുടെ പേരുകൾ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ വരാമല്ലോ, സ്വാഭാവികമായിട്ട് വരാമല്ലോ. അപ്പൊ ആ സമയത്ത് ഡയറക്ടർ പറയുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ? ഐ മീൻ അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മധുര മനോഹര മോഹത്തിന് നമുക്ക് ടൈറ്റിൽ ഇല്ല. പിന്നെ ഞങ്ങളൊരു 100 ടൈറ്റിലും നമ്മൾ പറയുന്നിട്ട് ഡയറക്ടറൊക്കെ ഒക്കെ ആയിട്ടില്ല, പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ടില്ല, ഞങ്ങൾക്ക് തമ്മിലൊക്കെ ആയിട്ടില്ല. നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാവരോടും ചോദിക്കും. അപ്പൊ പലപ്പോഴും മറ്റുള്ള ഇപ്പൊ സത്യം പറഞ്ഞ ഈ 3 പടത്തിന്റെ ടൈറ്റിലുകളും ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അല്ലാതെ അങ്ങനെ വേറൊരു നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പടത്തിന് യോജിച്ചതെന്ന് പറഞ്ഞാൽ ആര് തന്നാലും നമ്മൾ എടുക്കും. നമ്മൾ സുഹൃത്ത് തന്നാൽ പോലും സിനിമയിൽ ഇല്ലാത്ത ഒരാൾ തന്നാൽ പോലും നമ്മൾ എടുക്കും. അങ്ങനെ വലിയ ക്രെഡിറ്റിന്റെ ഇത് ആവശ്യങ്ങളൊന്നുമില്ല, സിനിമ തന്നാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈറ്റിൽ ആരും നല്ലത് തന്നാലും എടുക്കും. ഇപ്പൊ ചില സമയത്ത് ഞാൻ എവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരുടെ വായിന്ന് എന്തെങ്കിലും വാക്ക് വരുമ്പോൾ ഞാൻ പറയും, ഇത് കൊള്ളാട്ടെ, ഇത് നല്ല ടൈറ്റിലാണ്, ഇത് ഞാൻ എടുക്കുവാണ് എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മൾ എപ്പോഴേലും ആയിരിക്കും നമ്മളെ ടൈറ്റിൽ പറ്റിയൊരു കഥ കിട്ടുന്നത്. പക്ഷെ ടൈറ്റിൽ എന്ന് പറഞ്ഞ ക്യാച്ച് ആയിട്ടുള്ള സാധനം ഇല്ലേ, അത് കിട്ടിയാൽ ഭയങ്കര നന്നാവും തോന്നാറുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ചാറ്റില് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് തവണ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പേരിനെ പറ്റിയിട്ടാണ്. ജയ് വിഷ്ണു എന്ന് പറയുന്ന പേരിനെ പറ്റിയും അതുപോലെ സിനിമാ പേരിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളൊരു ഗെയിമിലേക്ക് കിടക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫൺ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അത്ര ടഫ് ഒന്നുമില്ല. എന്തായാലും
ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ടൈം തരാം. അപ്പൊ ആ ഗ്യാപ്പിൽ നമുക്കൊരു പാട്ടും കേട്ടിട്ട് വരാം. എന്തായാലും ജയ് വിഷ്ണു പോയിട്ട് വാമപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് വരട്ടെ. പേരിടൽ എന്നുള്ളതാണ് നമ്മുടെ ഗെയിമിന്റെ പേര് കേട്ടോ. ഇപ്പൊ തന്നെ ഞാൻ റിവീൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കൂ. SK ഹോട്ട്സ്പോട്ട് ആണ് സർഗക്ഷേത്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ജയ് വിഷ്ണു പറയാനായിട്ട് പോകുന്ന പേരുകൾ എന്നറിയാൻ വേണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മധുര മനോഹര മോഹം എന്നുള്ള മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാവരും. അതുപോലെ റീസെന്റ് ഹിറ്റായി മാറിയ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള മൂവിയും കണ്ടിട്ടുണ്ടാവും. ഈ സിനിമകളൊക്കെ എഴുതിയ ഒരു തിരക്കഥാകൃത്താണ് ജയ് വിഷ്ണു. വിഷ്ണു ചേട്ടാ, നമ്മളുടെ ആ ഒരു പാട്ടിന് മുൻപ് വാമപ്പിനൊക്കെ പോയി റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് അറിയാം. അന്റെ പൊന്നു. ഓക്കെ. അപ്പൊ ഇനി ഞാനായിട്ട് ആ ഒരു സ്പീഡ് മാറ്റുന്നില്ല. ആ ഒരു ട്രാക്കിലേക്ക് ഞാനും എത്തിയിരിക്കുകയാണ്. സംഭവം സിമ്പിൾ ആണ്. നമുക്ക് ഇപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാവും അല്ലെ. അതിൽ നിന്ന് ഞാൻ കുറച്ചധികം സിനിമകൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സിനിമകൾക്ക് നമുക്ക് അറിയാവുന്ന കുറെ സിനിമാ പേരുകളുണ്ട്. പക്ഷെ നമ്മൾ ഈ തീമിനനുസരിച്ച് ഈ പേരൊന്ന് മാറ്റാൻ പോവാണ്. പുതിയൊരു പേരിടാൻ പോവാണ് ഈ സിനിമയ്ക്ക്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും വാമപ്പ് ഒക്കെ ചെയ്തത് വെറുതെ ആവും തോന്നുന്നില്ല എനിക്ക്. ചിന്തിക്കാൻ സമയം നമ്മൾ അടിപൊളി പേര് കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും അതെ, ചിന്തിക്കാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് വരും. നമുക്ക് വേണ്ടത് ഒരുപാട് റിലേറ്റബിൾ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു പേരാണ്. അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും 2025 ഒരു കലക്കൻ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ തന്ന ലോക എന്ന മൂവിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സോ ഈ ഒരു മൂവിയുടെ പേര് നമ്മൾ മാറ്റാൻ പോവാണ്. ഏത് പേരായിരിക്കും കൊടുക്കാൻ പോണേ? എന്തോ? നീലി ദ വാമ്പയർ. നീലി ദ വാമ്പയർ. ഓക്കെ. അല്ലെങ്കിൽ നീലി ദ ഇമ്മോർട്ടൽ. ദ ഇമ്മോർട്ടൽ. ഓക്കെ, മരണമില്ലാത്തവൾ അല്ലെ? ശരി. എന്തായാലും മറ്റൊരു കാര്യം കൂടി ഈ തഥാവസരത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മൊത്തം സീരീസ് ഇനി വരാൻ പോകുന്നുണ്ടല്ലോ, ഫ്രാഞ്ചൈസി ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പൊ മൊത്തത്തിൽ ലോക എന്നുള്ള സിനിമയ്ക്ക് എന്ത് കൊടുക്കും? മൊത്തത്തിൽ ലോക എന്നുള്ള യൂണിവേഴ്സ് എന്ത് കൊടുക്കും അല്ലേ? അതൊരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഡൊമിനിക്കിന് വന്ന് ചോദിക്കാം, എന്താണ് നിന്റെ മൊത്തത്തിൽ ഈ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. ഡൊമിനിക്ക് ഇപ്പൊ ഈ ലോക എന്നുള്ള പേരല്ലായിരുന്നെങ്കിൽ എന്തിട്ടു എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഗോളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഡൊമിനിക്കിനെ കാണുമ്പോ ഈ ചോദ്യം നേരിട്ട് ചോദിക്കാം. എന്നാൽ എന്റെ സൈഡിൽ പേര് ഞാനും പറയണല്ലോ, ദ ഇമ്മോർട്ടൽസ് എന്നിടാം. അത് പൊളിച്ചു. ഇടാമല്ലോ, ഇമ്മോർട്ടൽസ്. എല്ലാരും കിടക്കട്ടെ. അപ്പൊ എത്ര ചാപ്റ്ററുകൾ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ആഡ് ചെയ്യാം. ജീവിക്കുന്നു നമ്മളിലൂടെ അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അതെന്തായാലും നല്ലൊരു സജഷൻ ആയിരുന്നു കേട്ടോ. 100-ൽ 100 മാർക്ക് ഞാൻ തരുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ കലക്കൻ പെർഫോമൻസ് നമ്മൾ 2025 എന്ന വർഷത്തിൽ കണ്ടതായിരുന്നു തുടരും എന്ന മൂവിയിലൂടെ. സോ തുടരും എന്നുള്ള ടൈറ്റിൽ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഇടാൻ പോകുന്നത്? ഷൺമുഖൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഷൺമുഖൻ. വളരെ സാധാരണ. ഈ ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാസ് പേരൊന്നുമല്ലല്ലോ. അതെ, വളരെ സിമ്പിൾ ആയിട്ട് ഷൺമുഖൻ. ആക്ച്വലി അങ്ങനെ ഒരു ടൈറ്റിൽ ഇടുമ്പോ അതില് ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു രീതിയിലേക്ക് ആ സിനിമ പോകുന്നുള്ളത് ഈ ടൈറ്റിൽ കേൾക്കുമ്പോ അല്ലെ. അപ്പൊ ഷൺമുഖനും നമുക്ക് ഓക്കെ ശരി, ഫൈൻ. ബെൻസേ എന്ന് പറഞ്ഞ ഇടാന്നല്ലേ? എന്റെ സജഷൻ എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മള് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുമ്പളങ്ങി നൈറ്റ്സിന് നമ്മൾ ഏത് പേര് കൊടുക്കും? കുമ്പളങ്ങി നൈറ്റ്സിന് എന്തോ ദ ഫോർ ബ്രദേഴ്സ്. ഓക്കെ, ഫൈൻ. ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ 4 ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മമ്മൂക്ക നമ്മളെ എല്ലാവരെയും കുറേയധികം ചിരിപ്പിച്ച, കുറച്ചധികം ഇമോഷണൽ ആക്കിയ ഒരു മൂവിയാണ് ചട്ടമ്പിനാട്. ചട്ടമ്പിനാടിന്റെ പേര് നമ്മൾ എങ്ങനെ മാറ്റും? ചട്ടമ്പിനാട് ആക്ച്വലി മറ്റേ ഈ പറഞ്ഞ ബെല്ലാരി രാജ എന്ന് പറയുന്ന പോലത്തെ ഒരു പേര് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് അറിയാത്തൊരു നാട്ടിന്റെ കഥയാണല്ലോ അതിനകത്ത് പറഞ്ഞു. കുറച്ച് കന്നഡിക ടച്ചുള്ള പരിപാടിയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ കന്നഡ ഗൊത്തില്ല ആ ഒരു മുറിൽ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഓക്കെ, ലൈക്ക് ഇപ്പൊ പ്രേമലു എന്നൊക്കെ വന്ന പോലെ. അതെ, ഒരു അങ്ങനെ ബെല്ലാരിലു എന്നൊക്കെ പറയുന്നതിലോട്ട് ഒരു സാധനം കൊടുക്കുന്നതാണ് നല്ലത്. അത് കൊള്ളായിരുന്നു കേട്ടോ, ബെല്ലാരിലു. ശരി, എന്തായാലും അടുത്തത് പറക്കുന്തലികയാണ്. ഈ പറക്കുന്തലിക
അർക്കം തളിക എന്ന് പറയുന്ന പേര് ഭയങ്കര പേരാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയില് മൊത്തം ബസ്സിനെ അങ്ങനെ ചുറ്റിപ്പറ്റുമ്പോ ആ ബസ്സിനെ പറക്കം തളിക എന്ന് വിളിക്കാനുള്ള ആ ഒരു സെൻസ് അത് ഭയങ്കര ഹ്യൂമറാണ്. ആ പേര് തന്നെ ഭയങ്കര ഹ്യൂമറാണ്. അതുകൊണ്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യാൻ ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഉണ്ണിയും സുന്ദരൻ ഇടാം. ഉണ്ണിയും സുന്ദരനും ഇടാം. വളരെ സിമ്പിളാക്കി ഇടാം. ആ ലീലയിൽ കിടന്നുറങ്ങും ചൊറിയാൻ. ഓക്കെ, അടുത്തത്. ഓക്കെ, എന്തായാലും സുന്ദര എന്ന് നീട്ടി വിളിച്ച ഈ ഒരു മൊമെന്റിൽ ഒരു പൂച്ചയെ കൊണ്ട് നമ്മളെല്ലാവരെയും ലോകം മുഴുവനെയും ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തിയ ആ സിനിമ സമരൻ ബെത്ലഹേം ആണെങ്കിൽ ഏത് കൊടുക്കും? ഡെന്നിസിന്റെ ലോകം. ഓക്കെ, നൈസ് കൊള്ളാം. സ്വീറ്റ് ആൻഡ് സിമ്പിൾ. ഓക്കെ, ആൻഡ് ഫൈനലി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും ചോദ്യങ്ങൾ എന്റെ ഭാഗത്തു നിന്നാണോ ചോദിച്ചത്? വിഷ്ണു ചേട്ടന് ഒരു സിനിമയുടെ പേര് മാറ്റാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കൂ. അത് ഏത് സിനിമയുടെ പേര് മാറ്റും? അത് ഏതായിരിക്കും? എന്നാ മധുര മനോഹര മോഹത്തിന്റെ വേറെ പേര് പറഞ്ഞു. ഞാൻ എന്തായാലും കുറെ ആലോചിച്ചല്ലേ. ഞാൻ പറയാനോ? അയ്യോ, ചോദ്യം അങ്ങനെയായിരുന്നില്ല. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഒരു പേര് പറ. അന്ന പറഞ്ഞു. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. ദൈവമേ, സിനിമ കണ്ടു കഴിഞ്ഞു. ആ സിനിമയ്ക്ക് പറ്റിയ വേറൊരു പേര് പറഞ്ഞു. ദൈവമേ, ഇതിപ്പോ മൂർഖമാമനാണല്ലോ ഈശ്വര ചവിട്ടിയത്. ഞാൻ റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധിക്കണം. അന്ന ഞങ്ങൾക്ക് പുതിയൊരു പേര് പറഞ്ഞു തരികയാണ്. മധുര മനോഹര അന്നയാണ് എഴുതിയിരുന്നെങ്കിൽ എന്ത് പേരിടുമായിരുന്നു? നമ്മുടെ ഉഷ എന്നല്ല അമ്മയുടെ പേരായിരുന്നേ. അതെ, ഉഷാമ്മ. ഉഷാമ്മയുടെ മക്കൾ വേണ്ട അയ്യേ, അത് വേണ്ട, അത് സെറ്റ് ആവില്ല. ഞാനൊന്ന് ആലോചിക്കും. കുറച്ച് സമയം തരുമോ? ആലോചിക്കൂ. ഞാനേ പേര് എന്തൊക്കെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുക. മനു, പിന്നെ മനു, മീര, മാളു. ഓക്കെ, മാ ക്യൂബ്. മാ ക്യൂബിന്റെ വിശേഷങ്ങൾ പോരെ? ഓക്കെ, ഇനി മേലാൽ എന്നോട് ചോദിക്കരുതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു എഴുത്തുകാരൻ നേരിടുന്ന വേദനകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാർ നമുക്ക് പേര് വയ്ക്കുമ്പോ തരുന്നത്. അപ്പൊ എന്തായാലും മാ ക്യൂബിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇനി തിരിച്ചെത്തുന്നില്ല. നമ്മൾ മധുര മനോഹര മോഹത്തിന്റെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് തിരിച്ചെത്താൻ പോകുന്നത്. മധുര മനോഹര മോഹത്തിൽ 3 മായാണ്. അല്ല, പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ഭയങ്കര പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല, സ്പോട്ടിൽ കിട്ടുന്നതാണ്. ഞാൻ ഇനി വേണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ തരാട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആളുകൾക്ക് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നുണ്ടാവില്ല. എന്തായാലും നമുക്ക് വേഗം അടുത്ത പാട്ടിലേക്ക് ഇങ്ങോട്ട് പോയേക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിന് ശേഷം നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും SK ഹോട്ട്സ്പോട്ടിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Welcome back to SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജയ് വിഷ്ണു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടാ, നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചത് ശരിക്കും മധുര മനോഹര മോഹം എന്ന സിനിമയുടെ പേരൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലേ? ശരിക്ക് നമ്മളെ ഓരോ കാമുകനെ കാണുമ്പോഴും അല്ലെങ്കിൽ കാണിക്കുമ്പോഴും അവരെ പറ്റി അറിയുമ്പോഴും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഇതിനൊരു അന്ത്യമില്ലേ എന്നുള്ള രീതിയിൽ. ശരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ സിനിമയുടെ അവസാനം ജീവൻ രാജും റിവീൽ ചെയ്യാണ് കാര്യങ്ങളൊക്കെ, നമുക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കാനിട്ട് തരുന്ന ഒരു സിനിമയാണ്. ശരിക്കും ഈ ഒരു സ്ക്രിപ്റ്റ് തുടക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജോലി ഉപേക്ഷിച്ച സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് തന്നെയായിരുന്നോ അന്നുണ്ടായിരുന്ന സ്ക്രിപ്റ്റ്, അതോ കുറച്ചധികം രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ കാര്യം വേറെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ പൊതുവെ ഒരു സിനിമയിൽ എന്റെ കാര്യത്തിലോ അല്ല എഴുതുന്ന ആൾക്കാർക്ക് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം പടത്തിൽ എന്ന് വെച്ചാൽ ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഒരു 99% സെയിം ആയിരുന്നു അന്ന് തൊട്ടെ. ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് ആണ് പിന്നെയും പൊളിച്ച് സീനുകൾ മാറ്റും ഹ്യൂമറിന് വേണ്ടിയിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. സോ ബേസിക്കലി നമ്മൾ ആ ജോലി റിസൈൻ ചെയ്ത് ഈ സ്ക്രിപ്റ്റ് കയ്യിലുണ്ടായിരുന്ന സമയത്തുള്ള വേർഷന്റെ ഒരു 70% 80% സെയിം തന്നെയാണ് ഇപ്പോഴുള്ള സിനിമ. ഒരു 30% ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഫസ്റ്റ് ഹാഫിലാണ് പിന്നെയും നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത്. കാരണം സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അതിങ്ങനെ തന്നെ വർക്ക് ആവും എന്നുള്ളത്. അത് അപൂർവമായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ. ബേസിക്കലി എപ്പോഴും സെക്കൻഡ് ഹാഫിലാണ് പാട്. കാരണം ഓഡിയൻസ് ഇറങ്ങുമ്പോൾ ഉള്ള ഫീലിംഗ് ആണല്ലോ ചെയ്യുമ്പോൾ. നമുക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര സേഫ് ആയിട്ടാണ് നമുക്ക് തന്നെ തോന്നിയതുകൊണ്ടും നമ്മൾ ഒരുപാട് പേരോട് കഥ പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ എല്ലാവരും കൂടുതൽ ചാർജ് ആവുകയും ചെയ്യുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലായിരുന്നു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും സേഫ് ആണെന്നുള്ളത്. അതുകൊണ്ട് അതിൽ ഒന്നും അധികം പണിയേണ്ടി വന്നിട്ടില്ല. ബാക്കിയൊക്കെ പിന്നെ ഒരുപാട് തവണ വർക്ക് ചെയ്തു. ഓക്കെ, ബ്യൂട്ടിഫുൾ. എന്തായാലും ഈ ഒരു സിനിമ നമ്മള് വലിയൊരു സ്വപ്നമാണല്ലോ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. മധുര മനോഹര മോഹം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊജക്ട് ആണല്ലോ. സോ ഇത്രയും ഒരു ജനസ്വീകാര്യത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു പ്രൊജക്ടിന്?
നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ ചോദിച്ചാൽ പോലും എനിക്ക് അറിയില്ല അന്ന് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ കാണിച്ചത്, എന്ത് ധൈര്യത്തിൽ. കാരണം നമുക്കങ്ങനെ ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഹീറോയുടെ പടം നമ്മൾ ചെയ്തുകൊണ്ട് വരിക, ഭയങ്കര വലിയ ബാനറുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ രീതിയിലൊന്നും അല്ല അന്ന് സിനിമ വരുന്നത്. 2023 പടം ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും വളരെ നോർമലി ഉള്ള ആൾക്കാരാണ്. കുറച്ച് പുതിയ ടെക്നീഷ്യൻസ്, ഷെഫിയാണെങ്കിലും പുതിയതാണ്, ഞാനും മഹേശ്വരനും പുതിയതാണ്. അങ്ങനെയാണ് നമ്മൾ പടം ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ നോക്കുകയാണ്. ഇനി അതല്ല ഷർഫുഖാണെങ്കിലും ഇപ്പോൾ ഉള്ളതിന്റെ അത്രയും സ്റ്റാർഡം വന്നില്ല. അപ്പോ ആ സമയത്ത് രജീഷയ്ക്കും ഇപ്പോൾ ഉള്ളതിന്റെ അത്രയും സ്റ്റാർഡം അപ്പോ ഇല്ല. അപ്പൊ അന്നൊരു ചെറിയ പടമായിട്ട് ആളുകൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു ചെറിയ പടം കണ്ടപ്പോ അവർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവർ പ്രതീക്ഷയിൽ കൂടുതൽ കിട്ടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതാണ്, ആളുകൾക്ക് പ്രതീക്ഷ കൂടുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉള്ളത്. പ്രതീക്ഷ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി കൂടുതൽ കൊടുത്താൽ തന്നെ ഇത് കൊള്ളാമല്ലോ ഈ പടം എന്ന് പറയുന്ന ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയും. അത് വലിയ എക്സാമ്പിൾ ആയിട്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ്. നമ്മൾ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ പ്രോഡക്റ്റിൽ വിശ്വസിച്ച് നമ്മൾ നന്നായി പണിയെടുക്കുക, അത് വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ആൾക്കാരെ ഏറ്റെടുത്തോളൂ. ഇപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് അത്ര അടിപൊളിയായിട്ട് അത്ര സൂപ്പറായിട്ട് പൊട്ടിപ്പോ ഏത് സിനിമയോടുള്ളതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഈ വന്ന കാലത്തെ. എന്നുവെച്ചാൽ പണ്ടൊക്കെ സംബന്ധിച്ചും ഇപ്പൊ അങ്ങനെ കുറവാണ്. കാരണം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും കാര്യങ്ങളുള്ളതുകൊണ്ടും സിനിമ അതിന്റെ ഓഡിയൻസിനെ എപ്പോഴായാലും കറക്റ്റ് ആയിട്ട് കണ്ടെത്തും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭരതനാട്യം എന്ന് പറയുന്ന പടം തിയേറ്ററിൽ കുറച്ച് ഭാരെങ്കിലും OTT വന്നപ്പോൾ അത് ഭയങ്കര വിപ്ലവമാണ് ഉണ്ടാക്കിയത്. അതിന്റെ 2 വരെ വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു വളരെ ചെറിയ സിനിമ, മനസ്സിലായില്ലേ? അത് നമ്മുടെ സിനിമയെക്കാട്ടിലും ചെറിയ സിനിമ അതിന് ശേഷം വന്ന പടം. പക്ഷെ അത് ഭയങ്കരമായ തരംഗം ഉണ്ടാക്കി ഭരതനാട്യം എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ പാട്ട് കറക്റ്റ് കണ്ടന്റ് പരിപാടികൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിനിമ ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഒരു സാധനമാണ്. സിനിമ നമുക്ക് തിരിച്ചു തരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായാലും സിനിമ തിരിച്ചു തരും. എന്തായാലും നമ്മുടെ റേഡിയോയും ഒരു പാട്ട് അങ്ങോട്ട് വെച്ച് തരാൻ പോവാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വിഷ്ണു ചേട്ടന്റെ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാനുള്ള മൊമെന്റ് ആണ് ഇനി. അപ്പൊ പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും SK ഹോട്ട്സ്പോട്ടിലേക്ക്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ബ്രോ, ഇനി ചേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളാണ് നമുക്ക് അറിയാൻ താല്പര്യമുള്ളത്. ഒരു പത്തനംതിട്ടക്കാരനാണെന്ന് നമുക്കറിയാം. അതെ, ഇപ്പൊ പക്ഷെ കൊച്ചിയിൽ സെറ്റിൽഡ് ആണോ? പത്തനംതിട്ടയാണ്. ഇപ്പോഴും പത്തനംതിട്ടക്കാരൻ തന്നെയാണ്. നമ്മൾ കോട്ടയംകാരുടെ അയൽവാസിയാണ്. ഞാൻ നവോദയ സ്കൂളിലാണ് പഠിച്ചത്. പത്തനംതിട്ട നവോദയ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജ് ഡിഗ്രി ഒക്കെ പത്തനംതിട്ട തന്നെയായിരുന്നു. PG ഞാൻ ട്രിവാൻഡ്രത്ത്, MBA ഞാൻ ട്രിവാൻഡ്രത്താണ് ചെയ്തത്. ഫാമിലി അച്ഛനും അമ്മയും ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. സിസ്റ്റേഴ്സ് പുറത്താണ്. കൊച്ചിയിൽ ഞാനും എന്റെ ഫാമിലിയും ഇവിടെ കൊച്ചിയിലും, ഞാനിങ്ങനെ കൊച്ചിയിലും പത്തനംതിട്ടയായിട്ട് ഷട്ടിൽ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സെറ്റിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വീട് വെച്ചിട്ടുണ്ട്. പക്ഷെ പത്തനംതിട്ടയാണ് എന്റെ വീട്. ഇപ്പോഴും എന്റെ അഡ്രസ് പത്തനംതിട്ടയാണ്. ഞാനിപ്പോഴും എങ്ങനെയായാലും ഞാൻ പത്തനംതിട്ടയിലുണ്ടാവും. അപ്പൊ എന്തായാലും പത്തനംതിട്ടക്കാരനായ സ്ഥിതിക്ക് എനിക്കിനി ഒരു ചെറിയ ടൂർ അങ്ങോട്ട് നടത്താനുണ്ടെന്നേ. ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഒരു ട്രിപ്പിന്റെ ഫുൾ ചെലവ് ഞാൻ വഹിച്ചോളാം. ഞാൻ അങ്ങോട്ട് വരുവാണ്. സോ പത്തനംതിട്ടക്കാരനായ വിഷ്ണു ചേട്ടൻ എന്നെ എങ്ങോട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നേ? പത്തനംതിട്ടയിൽ വരുവാണെങ്കിൽ നമുക്ക് നല്ല വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. വെച്ചിച്ചിറ പെരുന്തേനൊരു വെള്ളച്ചാട്ടം ഉണ്ട്. പെരുന്തേനൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാം. പിന്നെ പത്തനംതിട്ട ടൗണിൽ വന്ന ഏഞ്ചൽസ് ഐസ്ക്രീം പാർലറിൽ നല്ല ചെറിയ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ ഐസ്ക്രീം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ മറ്റേ ഐസ്ക്രീം പോലെയല്ല. അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പാലൈസ് പോലത്തെ സാധനമാണ്. ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് ഉണ്ട്. നമുക്ക് അതൊക്കെ അവിടെ നിന്ന് കഴിക്കാം. പിന്നെ അങ്ങനെ പത്തനംതിട്ട അങ്ങനെ ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ സ്ഥലമൊന്നുമല്ല. രാങ്കുട്ടിയായിരുന്നു നമുക്ക് ശബരിമലയ്ക്ക് പോകാന്ന് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ പിന്നെ പന്തളം കൊട്ടാരം ഉണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ല. എന്നാലും നല്ല സ്നേഹമുള്ള ആൾക്കാരെ കാണിച്ചു തരാം, നാട്ടുകാരെ കാണിച്ചു തരാം. കോട്ടയം പത്തനംതിട്ട ബൈ ആണ്. നല്ല പള്ളികളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. ഓക്കെ, പത്തനംതിട്ടയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും പരാതിയുള്ളതും വിഷമമുള്ളതുമായിട്ടുള്ള ഒരു കാര്യം അത്ര മനോഹരങ്ങളായ ഫുഡ് സ്പോട്ട് പത്തനംതിട്ടയിൽ ഇല്ല എന്നുള്ളതാണ്. ഞാൻ കേരളം മുഴുവൻ ജോലി ചെയ്തിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ പത്തനംതിട്ടയിലെ ഫുഡ് സ്പോട്ടുകളെ കുറിച്ച് മാത്രം എനിക്ക് എപ്പോഴും പരാതിയാണുള്ളത്, വിഷമമാണുള്ളത്. എന്റെ നാട്ടിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു സാധനമില്ല. എന്നാലും രാവിലെ അരോമയെന്ന് അപ്പം പരിപാടി കഴിക്കാൻ ഇഷ്ടമാണ്. പത്തനംതിട്ട അരോമ ഹോട്ടലിൽ നിന്ന് അങ്ങനെയുള്ള, അല്ലാതെ ഭയങ്കരമായ ഫുഡ് സ്പോട്ട് സജസ്റ്റ് ചെയ്യാൻ പത്തനംതിട്ടയിൽ അങ്ങനെ ഇല്ല എന്റെ അറിവിൽ. കോട്ടയത്ത് ഞാൻ വേണേ കുറെ പറഞ്ഞുതരാം. കാരണം കോട്ടയം ഏറ്റുമാനൂർ സ്ഥലത്ത് ഞാൻ കുറെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെയുള്ള കുഞ്ഞു കടകളിലും സത്യം പറഞ്ഞ ഷാപ്പുകളിലും ഒക്കെ പോയി നല്ല മീൻകറിയെ കൂട്ടി ഞങ്ങൾ കപ്പ കഴിക്കും. മനസ്സിലായില്ലേ? കോട്ടയത്ത് നല്ല ഫുഡാണ്. കോട്ടയം ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റുമാനൂർ നല്ല ഹാപ്പനിങ് പ്ലേസ് ആണ്. കാലിക്കറ്റ് ഗേറ്റ് വന്നിട്ടുണ്ട് ഏറ്റുമാനൂര്. അവിടെ വന്ന് കഴിക്കും. ഉച്ചയ്ക്ക് ഏറ്റുമാനൂർ അർക്കാടിയെ പോയി അവിടുത്തെ മറ്റേ മാങ്ങാക്കറിയും ചെമ്മീൻ മാങ്ങാക്കറിയൊക്കെ ഒഴിച്ച് ഊന്നുന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന് ചോദിക്കുമ്പോ സിനിമയല്ലാതെ പറയാനാണെങ്കിൽ ഭക്ഷണമായിരിക്കോ? ഫുഡ് കഴിക്കുന്നതാണോ? ഭക്ഷണം
നല്ല ഫുഡിയാണ്. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളൊക്കെ ഒരേ എല്ലാ കാണുന്ന ഫുഡുകൾ കണ്ടുപിടിച്ച് എവിടെ ഉണ്ട് എന്ത് നല്ല ഉണ്ടെന്ന് നോക്കി നോക്കി കണ്ടുപിടിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കി നോക്കി കണ്ടുപിടിച്ചതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് എവിടത്തെ ഫുഡാണ്, അല്ലെങ്കിൽ എന്താണ് ഐറ്റം? വെറൈറ്റി എന്ന് പറഞ്ഞപ്പോ നമ്മള് പത്തനംതിട്ട ഇഡലി മട്ടൺ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇഡലി മട്ടൺ കറി പാലക്കാട് ഒരു കടയിൽ ഒരു നായരട്ടന്റെ കട എന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പൊ അവിടെ ഇത് ഭയങ്കര അടിപൊളി. ഞാൻ ഒരു 10 വർഷം മുന്നേ കഴിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ അതുവഴി ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ ഉച്ചക്കൊക്കെ പോലെയാണ്, രാവിലെ ഉണ്ടാവും രാത്രിയിലും ഉണ്ടാവും, ഞാനൊക്കെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഇഡലി മട്ടൺ കറി. നമ്മൾ വിചാരിക്കാത്തൊരു കോമ്പിനേഷൻ ആണ്. ഇഡലി മട്ടൻ കറിയും കൂടെ നല്ല കട്ടിയുള്ള ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര മട്ടൻ ഫാനൊന്നുമില്ല. എന്നാൽ പോലും അതിന്റെ ഗ്രേവി ഒക്കെ അടിപൊളിയാണ്. നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പം എനിക്കൊന്ന് മല്ലിപ്പൊടി മുളക് പൊടി ഇടുമല്ലാതെ അത് മല്ലിയായിട്ട് തന്നെ അരച്ച് ചേർക്കുന്നതെന്ന് തോന്നുന്നു. പ്രത്യേക കുക്കിംഗ് പ്രിപ്പറേഷൻ ഭയങ്കര രസമാണ്. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് കുറെ പേര് ഇഡലി മട്ടൺ എന്തുവാടാ, ഞാൻ പറഞ്ഞാണെന്ന്. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ കസിൻസ് ഒക്കെ അവിടെ പോയിട്ട് അവർ കഴിച്ചിട്ട് ഇത് കൊള്ളാലോ എന്ന് സാധനം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഇങ്ങനെ ആസിഫ് അലി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുരാജ് ഏട്ടനും ആസിഫ് അലി അങ്കമാലി മീൻകറിയും പിന്നെ ഒരു എക്സ്ട്രാ പറഞ്ഞല്ലേ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണല്ലേ, ഞാൻ ഫുഡിന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു പാചക എന്താ പറയാ, നമ്മുടെ ഒരു TV ഷോയിലൊക്കെ കാണുമല്ലോ, കുക്കിങ്ങിന്റെ ഒരു ഷോ, കുക്കറി ഷോ തന്നെയായിരുന്നു ഇവിടെ നടത്തിയത്. എന്തായാലും ഈ സമയത്ത് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നുന്നു. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, എന്തായാലും എന്റെ മനസ്സിൽ നമ്മുടെ ഐസ്ക്രീം മറന്നിട്ടില്ല കേട്ടോ. ഓക്കെ ഫൈൻ. ശരി, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം SK ഹോട്ട്സ്പോട്ടിലേക്ക്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot on സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ചേട്ടനാണ്. സോ വിഷ്ണു ചേട്ടാ, ഇപ്പൊ ഏകദേശം 3 സിനിമകളാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഐ മീൻ 3 സിനിമകൾ ആവുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ 3ലും വലിയൊരു പ്രസൻസ് എന്ന് പറയുന്നത്, ഒരേപോലെയുള്ള വലിയൊരു പ്രസൻസ് എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ആക്ടറാണ് അല്ലെ? സോ ഷറഫുദ്ദീനൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടതൊക്കെ? നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എന്ന് വെച്ചാൽ നേരത്തെ തൊട്ടേ ഞാൻ ഈ കുറച്ച് ഓൺലൈൻ സർക്കിളുകളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പുള്ളിക്ക് എന്നെ അറിയായിരുന്നു. പിന്നെ അന്വേഷണത്തിന്റെ ഒരു ഞാൻ അതിന് വേണ്ടി ജോലിയൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് കാഷ്വലി കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ കണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സിനിമ ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് പുള്ളിക്ക് അറിയായിരുന്നു. ആ ഒരു സമയത്ത് മധുര മനോഹരത്തിന് വേണ്ടി ഞാൻ മറ്റു പല ആർട്ടിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്തും അത് നടക്കുന്നില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോൾ ഞാനിങ്ങനെ ഷർഫക്കോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ എന്റെ ഒരു പരിപാടി. അപ്പൊ പുള്ളിക്ക് അറിയാം ഓൾറെഡി ഞാൻ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണമെന്നുള്ള അറിയാം. പുള്ളിഞ്ഞാ നമുക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ലൊക്കേഷനിലേക്ക് ഞാനും സ്റ്റെഫിയും കൂടെ പോയി. മനുഷ്യനൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളൊന്ന് പോയി കഥ പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് മധുര മനോഹരത്തിലേക്ക് എത്തുന്നത്. ആക്ച്വലി അതിനും ഈ മധുര മനോഹരം ചെയ്യുന്നതിന് മുമ്പേ ഉള്ളൊരു നോർമൽ സൗഹൃദമാണ് നമ്മളുടെ രണ്ട് പുള്ളിയും ഭയങ്കര സിനിമാ പ്രേമിയാണ്. പുള്ളി ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ്. ഞങ്ങളമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു സിനിമകളെ കുറിച്ച് ആയിരിക്കും കൂടുതൽ സംസാരിച്ചാൽ പുള്ളി വേൾഡ് സിനിമകളൊക്കെ കാണുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സൗഹൃദമാണ്. ഈ നോർമലി 2 സിനിമയിൽ സംസാരിക്കുന്ന പോലത്തെ സംസാരമാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഞങ്ങൾ റൈറ്റർ ആക്ടർ മോഡിലേക്ക് മാറുന്നത്. അതെ. അതിനുശേഷം പെഡിക്റ്റിറ്റി വന്നപ്പോ ഷർഫത്ത് തന്നെയാ പറഞ്ഞത് ഞാനൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ ഇങ്ങനെ പ്രിൻസിനോടൊന്ന് ഇരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പെഡിക്റ്റിറ്റീവ് ചെയ്യുന്നത്. പിന്നെ മധുവിധു വന്ന സമയത്താണെങ്കിലും മധുവിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് വേറെ പല ആർട്ടിസ്റ്റുകളും മൈൻഡിൽ വന്നെങ്കിലും അവസാനം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഷർഫിനോട് തന്നെ പറയാം എന്നൊരു സാധനം സജഷൻ വരികയും അങ്ങനെ ഞാനല്ല വിളിക്കുന്നത് പോലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് ഷർഫൊക്കെ വിളിച്ചിട്ടൊരു കഥയൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഷർഫൊക്കെ ചോദിച്ചാൽ ആരുടെയാണ് പടം ചോദിക്കുമ്പോൾ ചോദിച്ചേ ഇവർ എന്റെ അടുത്തുണ്ടാകുമല്ലോ എന്ന് പുള്ളി തന്നെ ചോദിക്കേ എന്നിട്ടൊന്ന് എന്നോട് പറഞ്ഞ് ചിന്തിക്കും. അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ബന്ധം. അപ്പൊ നമ്മൾ ഈ പറയുന്നൊരു സൗഹൃദം ഉള്ളപ്പോൾ അതിനെ ആ ലിമിറ്റിൽ വെക്കുക എന്നുള്ള രീതിയിലേ ഉള്ളൂ. പ്രൊഫഷണൽ സൗഹൃദം പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നു. പേഴ്സണലി ഞങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ പോകുന്നു. എന്തായാലും ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ കാര്യം കുറച്ചു മുൻപ് പറഞ്ഞപ്പോഴായിരുന്നു അഭിനയത്തിലും അഗ്രഗണ്യനാണല്ലേ? അഭിനയിക്കാനും അഗ്രഗണ്യൻ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അത്രയൊന്നും പറയരുത്. ശ്രോതാക്കൾ വിചാരിക്കും ഇയാളെ ഏതവത്തെ അഭിനേതാവാണെന്ന് വിചാരിച്ചു കളയും. എന്തായാലും വിഷ്ണു ചേട്ടാ ഇപ്പോ സെയിം സിനിമയിൽ തന്നെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് ഇപ്പൊ സിനിമകളുടെ കുറച്ച് ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നില്ല മെയിൻ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് അറിയപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നോ? ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് സിനിമയാണ് ആഗ്രഹം. സിനിമയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ ചിലപ്പോൾ സമയമുണ്ട്. എനിക്ക് കുഞ്ഞിലേ തൊട്ട് സിനിമയാണ് ആഗ്രഹം. ഞാൻ എപ്പോഴെങ്കിലും സിനിമയിൽ വരുമെന്നറിയാം.
ഞാൻ ഡയറക്ടർ ആവാനാണോ റൈറ്റർ ആവാനാണോ എനിക്ക് അഭിനയിക്കാനാണോ ഇഷ്ടം എന്നൊരു കൺഫ്യൂഷൻ വരുമല്ലോ. ഒബ്വിയസ്ലി നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റേജ് പരിപാടിയൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, കോളേജിലും സ്കൂളിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഇഷ്ടം നമുക്ക് സിനിമയോടുണ്ടെന്ന് നമുക്ക് അറിയാം. നമ്മൾ സിനിമയുടെ മറ്റു വശങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോ അഭിനയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഒരു അഭിനേതാവായി അറിയപ്പെടാനും ഒരു എഴുത്തുകാരനായി ബഹുമാനിക്കപ്പെടാനുമാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ചോദിക്കാനുള്ളതേ, ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഏറ്റവും വലിയ ഭാഗ്യം വളരെ സിമ്പിളാണ്. നമ്മൾക്ക് നല്ല രണ്ട് കാലിൽ നീറ്റ് നിൽക്കാൻ പറ്റുന്നു, നല്ല ചിന്തിക്കാൻ പറ്റുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിൽ കൂടുതൽ കിട്ടുന്നതൊക്കെ ലക്ഷറി ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന ആളാണ്. അപ്പോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ലക്കിയാണ്. ഞാൻ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മളുടെ ശരീരം എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ദൈവം തന്നേക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. ഓക്കെ, ഞാൻ വിഷ്ണു ചേട്ടനോട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഉത്തരമായിരുന്നു കേട്ടോ എനിക്ക് തന്നത്. ഞാൻ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ ഒരു ഇൻസിഡന്റോ സംഭവത്തിലേക്കല്ലല്ലോ ഉപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് കണ്ണെത്തുന്നിടത്ത് കൈ എത്താൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, ഒരു മഹാഭാഗ്യമാണ്. അത് പറ്റാത്ത ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗുണം അറിയുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ഐ എം പ്രിവിലേജ്ഡ്. അപ്പൊ ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഭാഗ്യത്തിലുപരി നമ്മളതിൽ പ്രിവിലേജ്ഡ് ആണ്. സോ അത് വെച്ചിട്ട് എനിക്ക് എന്ത് തരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഞാനൊരു പാട്ട് അങ്ങോട്ട് വെച്ചേക്കട്ടെ. നല്ലൊരു പാട്ട്. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെ വരുന്നുണ്ട്. സോ കേട്ടോണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അന്നയും ജയ് വിഷ്ണു ആണ് കൂടെയുള്ളത് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ ജയ് വിഷ്ണു ആണ്. സോ വിഷ്ണു ചേട്ടാ, നമ്മള് സിനിമയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഡ്രീം ഗംഭീരമായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഇനിയും ഒരുപാട് നമ്മളിലേക്ക് എത്തട്ടെ. പക്ഷെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സിനിമ നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുകയാണേ. മാറ്റി വെച്ചോ? ഓക്കെ, ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ഇതൊക്കെ. ഓക്കെ, അപ്പോ സിനിമയല്ലാതെ മറ്റെന്താണ് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഹോബി, ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? മുമ്പേ നമ്മൾ സംസാരിച്ച ഫുഡ് അടിയ വേറൊരു മെയിൻ പരിപാടിയാണ്. പിന്നെ വളരെ സമാധാനമായി പാട്ടൊക്കെ കേട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അതും സിനിമയുമായിട്ട് കണക്ട് ആണ്. ഇനി അതും സിനിമയും അല്ലാതെ കണക്ട് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സിനിമയ്ക്ക് അല്ലാതെ വേണ്ടിയിരുന്ന് എഴുതാൻ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ഷോർട്ട് സ്റ്റോറീസോ അങ്ങനത്തെ പരിപാടി. പണ്ട് അതാണ് എഴുത്തിലോട് നമ്മൾ ആദ്യം വരുന്നത് അതുവഴിയാണല്ലോ. അതിനോട് ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുക, കറങ്ങുക, അതൊക്കെ തന്നെ ഇഷ്ടം. ഉറങ്ങാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. ഉറങ്ങാൻ ഇഷ്ടമല്ല? അല്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഒത്തിരി ഉറങ്ങി കഴിഞ്ഞാൽ തലവേദന വരും. അതുകൊണ്ട് അങ്ങനെ ചിലര് പറയത്തില്ല എനിക്ക് കിടന്ന് ഉറങ്ങാൻ ഇഷ്ടം. എനിക്ക് അങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറങ്ങാൻ അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമില്ല. കാരണം ഉറങ്ങുന്ന നേരത്തൂടെ പടം കാണാലോ, അങ്ങനെ ചിന്തിക്കും. ദൈവമേ, ഞാനൊക്കെ മറ്റേ കാറ്റഗറിയിലാട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങണം. കൂട്ടുകാരോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ എന്നോട് ഇത്ര നേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് ഹോബീസ് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ചോദിച്ചപ്പോ പറഞ്ഞു തന്നു. സിനിമ തിരിച്ചുകൊണ്ട് നോട്ടെ കേട്ടോ. നമ്മൾ മാറ്റി വെക്കുന്നില്ല, തിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു മൊമെന്റിൽ ഇനി എനിക്ക് അറിയാനുള്ളത് നമ്മുടെ മധുവിധു എന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളാണ്. എന്താണ് മധുവിധു എന്ന് പറയുന്ന സിനിമ? മധുവിധു എന്നോട് വിളിച്ചു മധുവിന്റെ മിഥുവിന്റെ കഥ. മധുവിന്റെ മിഥുവിന്റെ കഥയൊന്നും അല്ല. മറ്റേ കാവ്യാഞ്ജലി അങ്ങനത്തെ പരിപാടി അല്ല ഇത്. ഗീതാഞ്ജലി അല്ല, അതല്ല. ഇത് മധുവിധു. ഇതെന്താണെന്നുള്ളത് തിയേറ്ററിൽ കാണാം. ഇത് ഷറഫുദ്ദീനും നമ്മുടെ ബിന്ദു പണിക്കർ ചേച്ചിയുടെ മകൾ കല്യാണി പണിക്കരാണ് നായിക. മങ്ങാട് ജഗദീഷ് ഏട്ടൻ, സഞ്ജു, ലക്ഷ്മിയിലെ സഞ്ജു, അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്ന ഒരു ഫാമിലി കോമഡി എന്റർടൈനർ പടമാണ്. ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യവാരമായിട്ട് റിലീസ് ഉണ്ടാവും തിയേറ്ററുകളിൽ. അതിന്റെ മ്യൂസിക് നടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ഹിഷാമാണ് മ്യൂസിക്. വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണ്, നമ്മുടെ സുഹൃത്താണ്. ഞാനും ബിപിൻ മോഹൻ എന്ന് പറയുന്ന ഷൈലോക്ക് സിനിമയുടെ നമുക്കടെ ഷൈലോക്കിന്റെ റൈറ്റർ ബിപിനും ഞാനും ചേർന്ന് എഴുതുന്ന പടമാണ്. ഒരു എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡ് കോമഡി ഫാമിലി പടമായിരിക്കും. വളരെ മനോഹരമോഹം ഇഷ്ടപ്പെട്ട എല്ലാ ഓഡിയൻസിനും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പടമാണ്. എഡിറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇത് കുട്ടികളെ കൊണ്ടുവന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും മധുവിധു. ഓക്കെ, എന്തായാലും മധുവിധുവിനെ പറ്റി നമ്മളൊരു ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് 2026 ബിഗ്ഗസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൂവി തന്നെയായിരിക്കും അല്ലേ?
അതെ തീർച്ചയായിട്ടും. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊജക്ട്സ് ഇപ്പോ നടക്കുന്നുണ്ടോ? പണിപ്പുരയിലാണോ? ഇപ്പോ പറയാൻ പറ്റില്ല. നമ്മൾ സിനിമക്കാർ എപ്പോഴും അതിർത്തിയിലെ പട്ടാളക്കാരെ പോലെയാണ്. നമ്മൾ എപ്പോഴും ഡ്യൂട്ടിയിലാണ്. നമ്മൾ അടുത്ത സിനിമയ്ക്കായുള്ള ഓട്ടത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പോ അത് നടന്നുകൊണ്ടേയിരിക്കും. അതിന്റെ വിശേഷങ്ങൾ പറയാറായിട്ടില്ല. അതാവുമ്പോൾ അത് വരാം. ഇപ്പോൾ എന്തായാലും അത് ഇത് ഇറങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. പിന്നെ ഡിറ്റക്റ്റീവിന്റെ വിജയാഘോഷത്തിലാണ്. OTT റിലീസായിട്ട് അത് 1 മാസത്തോളം ആവുന്നു. അതിന്റെ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും മധുവിധുവിനും ഒരുപാട് മധുരമായിട്ടുള്ള ആശംസകൾ ഈ ഒരു മൊമെന്റിൽ തന്നെ അങ്ങോട്ട് അറിയിക്കുകയാണ്. നമ്മുടെ ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഫാമിലിയുടെ കൂടെ നല്ല ഫുഡൊക്കെ അടിച്ച് വീട്ടിൽ ഹാപ്പി ആയിട്ട് മറ്റേ സീൽ പെഡിക്റ്റീവ് ഓടുന്നുണ്ട്. ആമസോണിൽ മധുരമനോരമ ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്നൊരു പാവം ഫുഡി. അതെ, എന്നൊരു പാവം ഫുഡി. നല്ല മീൻകറിയൊക്കെ വെക്കുമ്പോ എന്നെ ഓർക്കുക. ഇതൊക്കെയാണ് സന്തോഷം. കോട്ടയത്തെ മീൻകറി പൊള്ളിയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും കോട്ടയംകാർക്ക് ഒരു വലിയൊരു സ്നേഹം അറിയിച്ചിട്ടാണ് വിഷ്ണു ചേട്ടൻ നമ്മുടെ ആ ഒരു ചാറ്റ് ഇപ്പോ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ആക്ച്വലി വിഷമമുണ്ട് കേട്ടോ, കുറെ നേരം ഇതുപോലെ സംസാരിച്ചിരിക്കാൻ തോന്നുന്നു. പക്ഷെ നമ്മുടെ സമയം തീരാറായതുകൊണ്ട് മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് ഈ വിശേഷങ്ങളൊന്ന് ഒരു ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്. നമുക്കത് കോമയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ വരുന്ന സിനിമകൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും കാണാം. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ കോട്ടയത്തെ ശ്രോതാക്കളാണ് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ കോട്ടയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇപ്പൊ എന്റെ മധുവിധു ഷൂട്ട് ചെയ്തേക്കുന്ന കോട്ടയമാണ്. നിങ്ങൾ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. എന്നാലും കോട്ടയംകാരുടെ ഇങ്ങോട്ട് തരുന്ന എല്ലാ സ്നേഹത്തിന് ഒരുപാട് സന്തോഷം. ഭയങ്കര സഹകരണമാണ് ഷൂട്ടിങ്ങിന്. അത് എടുത്തെടുത്ത് ഞാൻ പിന്നെയും പറയാണ്. അതിന് തീർച്ചയായിട്ടും എല്ലാ നന്ദിയും ഒരു ഫിലിം ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാനും അറിയിക്കുന്നു. അപ്പൊ കോട്ടയത്ത് ഒരുപാട് നല്ല പടങ്ങൾ വരട്ടെ. കോട്ടയത്തെ എല്ലാ തിയേറ്ററുകളും എപ്പോഴും നിറഞ്ഞു കഴിയട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഈ ഒരു മൊമെന്റിൽ ചേട്ടനും അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി കേട്ടോ, ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിലും സിനിമയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്തതിലും പുതിയ സിനിമകളെ പറ്റിയൊക്കെ സംസാരിച്ചതിലും അതുപോലെ നല്ലൊരു ചാറ്റ് കിട്ടിയതിനും. ഓക്കെ, എന്തായാലും ഞാൻ ആ റെസിപ്പീസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കട്ടെ. ഇനി അതിനുള്ള സമയമാണെന്നൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. നമ്മളിതാ കലക്കൻ പരിപാടികളുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. 89.6 FM സർഗക്ഷേത്ര.